ലിയോ സിനിമ കണ്ടവരെല്ലാവരും പറഞ്ഞൊരു നെഗറ്റീവാണ് ലിയോയുടെ സെക്കൻഡ് ഹാഫ്. സോ ഞാനതൊന്ന് എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. സോ നമുക്കതൊന്ന് കാണാം. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ കോഫി ഷോപ്പിൽ വിക്രമിലെ ലേഡി ഇരിക്കുന്നുണ്ട്. ലേഡി എണീറ്റ് കോഫി ഷോപ്പിലെ പുറത്തേക്ക് ഒരു കാറിന് നേരെ ചെല്ലണയാണ്. അപ്പോൾ കാറിൽ ഡ്രൈവിംഗ് സീറ്റിലായിട്ട് നരേൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി നോക്കിയിട്ട് കാറെടുത്ത് പോകണയാണ്. അതിനുശേഷം ഓർഡർ പോലെ തന്നെ സഞ്ജയ് കാണുന്ന അതിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ല. അടുത്തതിലേക്ക് വരുമ്പോൾ ഗൗതം വാസുദേവൻ ലിയോയുടെ കഥ ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതിലയാൾ കാര്യമായിട്ട് വിശദീകരിക്കുന്നില്ല. ഗ്യാങ്ങിനെ പറ്റിയും ലിയോ മരിച്ചു എന്ന് മാത്രമേ ഈ ഇതിൽ പറയുന്നുള്ളൂ. ക്ലൈമാക്സിലേക്ക് കിടക്കുമ്പോൾ ഹാറോൾഡ് ദാസും ലിയോ ആയിട്ടുള്ള ആ ഗൺ സീനിൽ ഗണ്ണ് ചൂണ്ടി ഹാറോൾഡ് ദാസിനെ ഒരു കസേരയിൽ കെട്ടിയിടണതാണ്. അതിനുശേഷം പൗഡറൊക്കെ എല്ലായിടത്തും വിതറിയിട്ട് പുറത്തേക്ക് വരണതാണ്. പുറത്തേക്ക് വന്ന് തീ കൊളുത്താൻ പോകുമ്പോൾ ഒരു കോള് ലിയോയ്ക്ക് വരണതാണ്. കോൾ എടുക്കണതാണ്. കോൾ എടുത്തിട്ട് ഒരു ഡയലോഗ് വരണതാണ്. ഇന്നും നീ ഉയരോടെ ഇരിക്കിയ ലിയോ. ഒരു ഷെയ്ഡ് റോളക്സിനെ കാണിച്ചിട്ട് ഒരു ഫോട്ടോയും ഉണ്ട് റോളക്സിൻ്റെ അടുത്തായിട്ട്. അതായത് ലിയോയും റോളക്സും വേറെ ഗ്യാങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ റോളക്സ് ചില ഭീഷണിപ്പെടുത്തലാണ് ലിയോനെ. അപ്പോൾ താൻ ലിയോ അല്ല എന്ന രീതിയിലാണ് വിജയ് നിൽക്കുന്നത്. അപ്പോൾ വിജയ് സൈലൻ്റായിട്ട് കേട്ടിട്ട് ഫോൺ കട്ട് ചെയ്യാനാണ്. കോള് കട്ട് ചെയ്തതിന് ശേഷം ലിയോയുടെ സ്റ്റൈലിൽ തോക്കുകൊണ്ട് പൗഡറിലേക്ക് വെടിവെക്കണതാണ്. അപ്പോഴാണ് പാർത്ഥിബൻ ലിയോ ആണെന്ന് റിവീലാകുന്നത്. ബാക്കി വരുന്ന കമലഹാസൻ്റെ ഫോൺ കോളെല്ലാം സെയിമാണ്. സോ ഈ സ്റ്റോറി ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.